നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സണ്ടർലാൻഡിനെതിരെ ലിവർപൂൾ റൈറ്റ് ബാക്കിൽ ആരെ കളിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. മാഞ്ചസ്റ്റർ സിറ്റിയോട് 2-1 ലിവർപൂൾ തോറ്റപ്പോൾ ആ ഇഞ്ചുറി ടൈമിലുണ്ടായിട്ടുള്ള ഡ്രാമ, സ്റ്റോപ്പേജ് ടൈമിലെ ഡ്രാമ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇനി ആ സിറ്റുവേഷൻസ് വിശദീകരിക്കുന്നില്ല. പക്ഷേ സബോസ്ലൈക്ക് എന്തായാലും റെഡ് കാർഡ് കിട്ടിയത് വൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ലിവർപൂളിന്. നോക്കുക നിങ്ങൾ, സണ്ടർലാൻഡിനെതിരെയുള്ള കളി ഫെബ്രുവരി 12 എന്ന് പറയുമ്പോൾ ആ കളിക്ക് റൈറ്റ് ബാക്കിൽ ആരെ കളിപ്പിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സബോസ്ലേയാണ് ഒരു റൈറ്റ് ബാക്കിൽ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈ കളിയിൽ ഫ്രീ കിക്കിലൂടെ ഗോളൊക്കെ അടിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി. അപ്പോൾ ജോ ഗോമസ്, ജെർമി ഫ്രിംപോങ്, കോണർ ബ്രാഡ്ലി ഇവരെല്ലാവരും ഇഞ്ചുറി കാരണം മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് സബോസ്ലൈ ആ ഒരു പൊസിഷനിൽ കളിച്ചത്. ഫ്രിംപോങ്ങും ബ്രാഡ്ലിയും ഓൾറെഡി സണ്ടർലാൻഡിനെതിരെയുള്ള കളിക്ക് റൂൾഡ് ഔട്ടാണ്. സ്ലോട്ട് ഒരു കാര്യം കൂടി ഇപ്പോൾ ഇന്നലെ കളിക്ക് ശേഷം റിവീൽ ചെയ്തു. അതായത് ഗോമസ് അദ്ദേഹം ഈ ഹിപ്പ് പ്രോബ്ലം കാരണം കഴിഞ്ഞ 3 മത്സരങ്ങൾ പുറത്തിരുന്ന താരമാണ്. അദ്ദേഹം അടുത്ത മത്സരത്തിലും ആബ്സെൻ്റ് ആയിരിക്കും എന്നതാണ് ഇപ്പോൾ സ്ലോട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ഒരു സെലക്ഷൻ ക്രൈസിസിലേക്കാണ് ആർനെ സ്ലോട്ടും സംഘവും പോയിരിക്കുന്നത്. ജെർമി ഫോർ ഷുവർ നോട്ട്, അതാണ് അദ്ദേഹം പറഞ്ഞത്. വി നോ ദാറ്റ് വെൻ ഹി ഗോട്ട് ഇൻജേർഡ് ഇറ്റ് വാസ് എ ഫ്യൂ വീക്സ് എന്നാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് എക്സ്പെക്ട് ജോബ് ബാക്ക് ഫോർ വെനസ്ഡേ, ബട്ട് യു നെവർ നോ. Then he is back from being out of 3 weeks. Would you play him now? I have to make that decision എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വരാനുള്ള സാധ്യതയില്ല. ഇനി വന്നാൽ തന്നെ കുറച്ച് ആഴ്ചകൾ പുറത്തിരുന്ന താരത്തെ കളിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ഡിസിഷൻ താൻ എടുക്കേണ്ടതുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഡിസിഷൻ വി മേക്ക്. വി ഹാവ് അതർ പ്ലേയേഴ്സ് ദാറ്റ് ക്യാൻ പ്ലേ ദാറ്റ് പൊസിഷൻ ആസ് വെൽ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഡൊമിനിക് വളരെ മികച്ച രൂപത്തിലാണ് ആ പൊസിഷനിൽ ഒരിക്കൽ കൂടി കളിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വെനസ്ഡേ അദ്ദേഹം അൺഅവൈലബിൾ ആണ് എന്ന കാര്യം കൂടി ഇപ്പോൾ ഒരല്പം നിരാശയോടുകൂടി ആർനെ സ്ലോട്ട് പറയുകയാണ്. എന്തായാലും ഒരു ക്രൈസിസിലേക്ക്, ഒരു സെലക്ഷൻ ക്രൈസിസിലേക്കാണ് ഇവിടെ ലിവർപൂൾ പോയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.